കൊണ്ടുള്ള പലഹാരങ്ങൾ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ ക്ഷീണം, തളർച്ച, രക്തക്കുറവ് അങ്ങനെയുള്ളതിനൊക്കെ വളരെ നല്ലതാണ് റാഗി ഡെയിലി കഴിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റാഗി കൊണ്ടുള്ള ഒരു ഉപ്മാ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് നൈസായിട്ടുള്ള റാഗി പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റാഗിക്ക് ഒരു പച്ച ചുവയുണ്ടാകും, അത് മാറിക്കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സ്ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഒരു 2 മിനിറ്റ് അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും. റാഗി എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഡ്രിങ്ക്സ് ആയിട്ടോ പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ ചൂട് സമയത്തൊക്കെ റാഗി ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും അത് നല്ല ഒരു തണുപ്പ് ഫീലാകുകയും ചെയ്യും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് റാഗി. ഇതിപ്പോൾ നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് റാഗി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത്. 1.5 കപ്പ് വെള്ളം ഞാൻ കെറ്റ്ലറിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ കെറ്റ്ലറിലെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. 1 കപ്പിന് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നൈസായിട്ടുള്ള റാഗി പൗഡർ ആയതുകൊണ്ട് 1 കപ്പിന് 1.5 കപ്പ് മതിയാകും. ഇപ്പോൾ പലതരത്തിലുള്ള പൊടികളും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. കട്ടി കൂടിയ റാഗി പൗഡർ ആണെങ്കിൽ 1ന് 2 കപ്പ് വെള്ളം എടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്ന് തണിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്, താല്പര്യം